ഹായ് ഓൾ. അപ്പോൾ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിനകത്തെ റിവ്യൂ ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു മൊഡ്യൂളാണ്, കുറേ കണ്ടന്റ് ഉള്ള ഒരു മൊഡ്യൂളാണ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് മാസ്, ഫെർമി ലെവല്, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾസ് എന്ന് പറയുന്ന ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സിംഗിൾ സ്ട്രെച്ചിൽ വരുന്ന ടോപ്പിക്കാണ്, എന്ന് വെച്ചാൽ റിലേറ്റ് ആയിട്ട് പോകുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മളതിനെ ഒരു സെറ്റായിട്ട് എടുക്കുന്നത്. ബാലൻസ് പോർഷൻസ് നമുക്ക് അടുത്ത പാർട്സിലായിട്ട് എടുക്കാം. ഓക്കെ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് കൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് മാസ്. ഇപ്പം നമ്മൾ ഒരു ഫ്രീ ഇലക്ട്രോൺസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാസിനെ നമ്മൾ യൂഷ്വലി എം എന്ന് പറഞ്ഞിട്ട് എടുക്കും. പക്ഷേ നമ്മളൊരു ക്രിസ്റ്റൽ ലാറ്റിസിനകത്തിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അവിടെ നമ്മൾക്ക് ഈ എം എന്ന് പറയുന്ന സിമ്പിളായിട്ട് മാസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ വരുന്ന ഒരു കൺസെപ്റ്റാണ് ഈ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. കാരണം എന്താ, ഇപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് പോലെയല്ല ഒരു ക്രിസ്റ്റൽ ലാറ്റിസിനകത്തുള്ള ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. അവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസിന്റെയും പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസിന്റെയും ഒക്കെ എഫക്റ്റ് കാരണം അതിനകത്തുള്ള ഇലക്ട്രോണിന്, നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ഇലക്ട്രോണിന് ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഫോഴ്സസ് ഒക്കെ എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ എടുക്കുന്ന മാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ ഇലക്ട്രോണിന്റെ മാസ് കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല നമ്മൾ എടുക്കുന്നത്. ഈ ഇന്റേണൽ ഫോഴ്സസിനെയും കൂടെ കൺസിഡർ ചെയ്ത് അതിന്റെ വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള ഒരു മാസ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ഈ മാസിനെയാണ് നമ്മൾ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഈ എഫക്റ്റീവ് മാസ്, അതാണ് നമ്മൾ ഇനി ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട് എനർജി E = ½mv² ആണെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ ഞാൻ ചെറിയൊരു ചേഞ്ച് ചെയ്യുന്നു. ഞാൻ ഈ ½mv² എന്ന് പറയുന്ന ഇക്വേഷന്റെ ന്യൂമറേറ്ററിലും ഒരു എം കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിലും ഒരു എം കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ m/m എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അപ്പം നമുക്കറിയാം mv എന്ന് പറയുന്നത് p മൊമെന്റം ആണെന്നറിയാം അല്ലേ, p = mv ആണെന്നറിയാം. അപ്പം മുകളിലും താഴെയും ഞാൻ ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് m²v²/m വരത്തില്ലേ ഇവിടെ. mv എന്ന് പറയുന്നത് p ആണെങ്കിൽ m²v²നെ നമുക്ക് p² എന്ന് എഴുതാം. താഴെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന m. അപ്പം നമുക്ക് ഇക്വേഷനെ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം, ½p²/m. അപ്പം ഈ ഇക്വേഷൻ ഒന്ന് നോക്കിക്കോണം, ½p²/2m. ഇതാണ് നമ്മൾ ഇനി കുറെ എടുത്ത് യൂസ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഇനി E = ½mv² എന്നായിരിക്കത്തില്ല, ½ p²m എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അധികം. ഇനി നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡയുടെ വാല്യൂ അറിയാം. ലാംഡ ℏ/p ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റീറൈറ്റ് ചെയ്തിട്ട് p എഴുതാമല്ലോ. p ℏ/λ എന്ന് എഴുതാം. 1/λ എന്ന് പറയുന്നത് വേവ് വെക്ടർ k ആണെന്ന് നമുക്കറിയാം, 1/λ. അപ്പൊ p ℏk എന്ന് നമുക്ക് എഴുതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഇത് ഞാൻ നമ്മുടെ എനർജിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിയുടെ സ്ക്വയറിന്റെ അവിടെ ഈ ℏk സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ½ h²k²/m എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. അപ്പൊ ഇവിടെ വരെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് സാധാരണ മാസ് m എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇനി നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസിലായതുകൊണ്ട് ഈ മാസ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എഫക്റ്റീവ് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് മാസിനെ ഞാൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ 1 എന്തായിട്ട് പറയും, ജസ്റ്റ് മാസ് m മാറ്റിയിട്ട് m*, എഫക്റ്റീവ് മാസ് m* എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ℏ²k²/2m* എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി ഞാൻ ഈ ഇക്വേഷനെ ഡിറൈവ് ചെയ്യാൻ പോവാണ്, ഡെറിവേറ്റീവ് എടുക്കാൻ പോവാം. dE/dk വിത്ത് റെസ്പെക്ട് ടു k ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. dE/dk ചെയ്യുന്ന സമയത്ത് ℏ² കോൺസ്റ്റന്റ്, 2m* കോൺസ്റ്റന്റ്, അപ്പൊ അതിനെ രണ്ടിനെ ഒന്നും ചെയ്യുന്നില്ല. വിത്ത് റെസ്പെക്ട് ടു k ആയതുകൊണ്ട് kയുടെ 2k എന്ന് നമുക്ക് എഴുതാം. അതിവിടെ എഴുതി വെച്ചു. ഇനി 2ഉം 2ഉം കട്ട് ചെയ്തു. 2ഉം 2ഉം കട്ട് ചെയ്യുമ്പം ℏ²k/m* എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇനിയും dE/dk നമുക്കറിയാം എന്തായിരുന്നു, p ℏk ആണെന്നറിയാം അല്ലെ, നമ്മൾ ഓൾറെഡി നേരത്തെ യൂസ് ചെയ്തതാ. p എന്ന് പറയുന്നത് ℏk ആണെന്നുള്ള കാര്യം നമ്മൾ ഇവിടേക്ക് യൂസ് ചെയ്യുക. അപ്പൊ ℏkയുടെ അവിടെ നമ്മൾ p നെ കൊടുക്കുമ്പം p
എച്ച് കട്ട് എന്ന് നമുക്ക് ഇതിനെ എഴുതാം. കണ്ടോ, എച്ച് കട്ട് സ്ക്വയർ കെ അല്ലായിരുന്നു. അപ്പോൾ ഒരു എച്ചും ഒരു കെയും കൂടി എടുത്തിട്ട് നമുക്ക് അതിനെ പി ആക്കാം. ബാലൻസ് ഒരു എച്ച് വരും. അതാണ് നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. പി എച്ച് കട്ട് ബൈ എം സ്റ്റാർ. ഇതൊക്കെ ചെയ്ത് നോക്കണേ. കേട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരുമായിരിക്കും. അപ്പോൾ ഒരു പേനയോ ഒരു പേപ്പറോ ഒക്കെ എടുത്തിട്ട് ഇതിന്റെ കൂടെ ഒന്ന് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കൺസെപ്റ്റ്. ഓക്കെ, ശരി. ഇനി ഞാൻ എന്താ ചെയ്യാം, ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഈ എച്ച് കട്ടിനെ താഴേക്ക് കൊണ്ടുവന്നു. ഡി ഇ ബൈ ഡി കെ ഇൻറ്റു 1 ബൈ എച്ച് കട്ട് ഈസ് ഈക്വൽ ടു പി ബൈ എം സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടി. ഇനി ഇവിടെ പി ഈസ് ഈക്വൽ ടു എം വി ആണെന്ന് അറിയാമല്ലോ. മൊമെന്റം പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള എമ്മും മുകളിലുള്ള എമ്മും കൂടി കട്ടായി പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡി ഇ ബൈ ഡി കെ ഇൻറ്റു 1 ബൈ എച്ച് കട്ട് ഇസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എനർജി വിത്ത് റെസ്പെക്ട് ടു കെ ഈസ് റിലേറ്റഡ് ടു ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആണെന്ന് പറയാം അല്ലേ. നമ്മൾ എനർജീനെ വേവ് വെക്ടറിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് ഡെറൈവ് ചെയ്തു. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത സമയത്ത് അതിന്റെ ആ ഒരു ഡെറിവേഷൻ എന്ന് അല്ലെങ്കിൽ ആ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, വെലോസിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. പാർട്ടിക്കിളിന്റെ വെലോസിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ആ ഇക്വേഷനെ ഒന്നുകൂടി ഡിറൈവ് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഡി സ്ക്വയർ ഇ ബൈ ഡി കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഇ ബൈ ഡി കെ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡി ബൈ ഡി കെ ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ഡി ബൈ ഡി കെ ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അപ്പുറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഇതിന് മുന്നത്തെ സ്ലൈഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് എഴുതി വെച്ചു. ഡി ഇ ബൈ ഡി കെ എന്ന് പറയുന്നത് എച്ച് കട്ട് സ്ക്വയർ കെ ബൈ എം സ്റ്റാർ എന്ന് നമുക്ക് ഓൾറെഡി അവിടെ കിട്ടിയിട്ടുള്ള സാധനം ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനെ ഒന്നുകൂടി ഡിറൈവ് ചെയ്യുമ്പോഴോ എച്ച് കട്ട് സ്ക്വയർ കോൺസ്റ്റന്റ് എം സ്റ്റാർ കോൺസ്റ്റന്റ് ഡി കെ ബൈ ഡി കെ എന്ന് കിട്ടും അല്ലേ. ഡി കെ ബൈ ഡി കെ എന്താ 1. അപ്പോൾ നമുക്ക് ഫൈനൽ വാല്യൂ എന്ത് കിട്ടി, എച്ച് കട്ട് സ്ക്വയർ ബൈ എം സ്റ്റാർ എന്ന് കിട്ടി. ഇനിയും ഞാൻ എന്താ ചെയ്യാൻ, നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ എച്ച് കട്ട് സ്ക്വയറിനെ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 1 ബൈ എച്ച് കട്ട് സ്ക്വയർ ഡി സ്ക്വയർ ഇ ബൈ ഡി കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ബൈ എം സ്റ്റാർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എനർജി വിത്ത് റെസ്പെക്ട് ടു വേവ് വെക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ എഫക്റ്റീവ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ അല്ലേ. എഫക്റ്റീവ് മാസ് ഓഫ് ദ പാർട്ടിക്കിളിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എഫക്റ്റീവ് മാസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, എം സ്റ്റാറിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. എം സ്റ്റാറിനെ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും എം സ്റ്റാർ ഇസ് ഈക്വൽ ടു എന്താ, ഇവിടെ എച്ച് കട്ട് സ്ക്വയർ മുകളിലോട്ട് പോവും, എച്ച് കട്ട് സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഇ ബൈ ഡി കെ സ്ക്വയർ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്തൊക്കെ എഴുതാം. നമുക്ക് തൽക്കാലം ഇത്രയും മതി. അപ്പം നമുക്കിതിവിടെ നിർത്താം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എഫക്റ്റീവ് മാസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനിയും ഈ ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് നമ്മൾ പറഞ്ഞു, ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് ഇലക്ട്രോണിന്റെ മാസിനെ നമുക്ക് സിമ്പിൾ മാസ് എം എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ എഫക്റ്റീവ് മാസ് പറയുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ എഫക്റ്റീവ് മാസും കൂടെ കൺസിഡർ ചെയ്യുന്ന എനർജി നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ കണ്ടക്ഷൻ ബാൻഡ് നമ്മൾ ഈ എഫക്റ്റീവ് മാസിനെ കൺസിഡർ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇതിന്റെ എനർജി എന്ന് പറയുന്നത് എന്താവും, എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ഇ എൻ ഇസ് ഈക്വൽ ടു ഇ സി കണ്ടക്ഷൻ ബാൻഡിന്റെ എനർജി പ്ലസ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇന്റേണൽ ഫോഴ്സസ് മൂലം അല്ലെ, ഇന്റേണൽ ഫോഴ്സസ് മൂലം ഉണ്ടാവുന്ന ആ ഒരു എനർജി, അതാണ് നമ്മുടെ പി സ്ക്വയർ. ഈ പി സ്ക്വയർ ബൈ 2m ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയറിൽ നിന്നും പി സ്ക്വയർ ബൈ 2m എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമ്മൾ യൂഷ്വലി എനർജിക്ക് ഈ ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് അവിടെ പറഞ്ഞതാട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒന്നും എഴുതാഞ്ഞത്. ഓക്കെ, അപ്പം എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ കണ്ടക്ഷൻ ബാൻഡ് പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം, ഇ സി പ്ലസ് പി സ്ക്വയർ ബൈ 2m n സ്റ്റാർ അല്ലെ, മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലെ, എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് നമുക്ക് mn സ്റ്റാറിനെ പറയാം. ഇനി അതേപോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വാലൻസ് ബാൻഡിന്റെ കേസിൽ നോക്കാം. എനർജി ഓഫ് ഹോൾ ഇൻ വാലൻസ് ബാൻഡ്, ഈ ഒരു ഇന്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റീവ് മാസിനെയും കൂടെ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ എനർജീനെ നമുക്ക് എങ്ങനെ എഴുതാം, energy of hole in valence band EH is equal to EV energy of valence band minus P square by 2m P star. ഇവിടെ m P star എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫക്റ്റീവ് മാസ് ഓഫ് ഹോൾ ഇൻ വാലൻസ് ബാൻഡ് ആണ്. ഓക്കെ,
അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഈ ഇക്കെ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എന്തുകൊണ്ടാണ് മൈനസും പ്ലസും വന്നതെന്നുള്ളത്. ഇത് കണ്ടോ, കണ്ടക്ഷൻ ബാൻഡ്, നമ്മൾ ഈ ഇക്കെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിന് എപ്പോഴും ഒരു പോസിറ്റീവ് എഫക്റ്റീവ് മാസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. പക്ഷേ നമ്മുടെ വാലൻസ് ബാൻഡിന് ഒരു നെഗറ്റീവ് കർവാണ്, കണ്ടോ, ഒരു പോസിറ്റീവ് കർവും ഒരു നെഗറ്റീവ് കർവും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷനിൽ പ്ലസും മൈനസും വന്നത്. വളരെ എന്താ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ഇത്രയും കാര്യം നോക്കാനുള്ളൂ. വാട്ട് ഈസ് എഫക്റ്റീവ് മാസ്, എന്താണ് എഫക്റ്റീവ് മാസിന്റെ കൺസെപ്റ്റ്. എഫക്റ്റീവ് മാസ് എം സ്റ്റാറിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷനും ആ എനർജിയുടെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടക്ഷൻ ബാൻഡിലും വാലൻസ് ബാൻഡിലും ഉള്ള ഇലക്ട്രോണിന്റെ എനർജിയും ഹോളിന്റെ എനർജിനെയും നമ്മൾ അതിന് വിത്ത് റെസ്പെക്ട് ആയിട്ട്, അപ്പം എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ കണ്ടക്ഷൻ ബാൻഡിനെ നമ്മൾ ഇനി ഈസി നല്ല എഴുതുന്നത്. ക്രിസ്റ്റൽ ലാറ്റിസിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇന്റേണൽ ഇൻഫ്ലുവൻസ് വരുമ്പം p²/2 mn സ്റ്റാർ എന്ന് പറയുന്ന ഒരു ടേമും കൂടി ആഡ് ചെയ്യും. മറ്റിടത്തും p²/2 mp സ്റ്റാർ എന്ന് പറയുന്ന ഒരു ടേമും കൂടി സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മുടെ ഫൈനൽ എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് കൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് മാസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കൺസെപ്റ്റ് ഓഫ് ഫെർമി ലെവൽ ആണ്. എന്താണ് ഫെർമി ലെവൽ? ഈ ഫെർമി ലെവൽ ഇത്രയും ചെറുതാക്കി പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല, ഒരു വലിയ ടോപ്പിക്കാണ്. പക്ഷെ നമ്മുടെ ജസ്റ്റ് ഈ മൊഡ്യൂളിനകത്ത് ഫെർമി ലെവലിന്റെ കൺസെപ്റ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വേറെ ഡെറിവേഷൻസും കാര്യങ്ങളും അങ്ങനെ ഒന്നും സ്ട്രെസ് ഔട്ട് ചെയ്യാത്തത് കൊണ്ട്. പിന്നെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ത്രൂ ഔട്ട് ഇനി മൊഡ്യൂളിൽ പല ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്ന സമയങ്ങളിൽ ഇത്തിരി ആയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ എന്താണ് ഫെർമി ലെവൽ എന്നുള്ളൊരു കീ ഐഡിയ നമുക്ക് വേണം. ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന് 0 കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ ഒരു ഇലക്ട്രോണിന് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫെർമി ലെവൽ അല്ലെ. നമുക്കറിയാം കണ്ടക്ഷൻ ബാൻഡ്, ബാലൻസ് ബാൻഡ്, ഇങ്ങനെ കുറേ ലെവലുകൾ ഉണ്ടായിരിക്കും അല്ലെ, സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും, എനർജി സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പം ഈ എനർജി സ്റ്റേറ്റിന്റെ 0 കെൽവിൻ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിൽ ഇലക്ട്രോണിന് ഏത് സ്റ്റേറ്റ്, ഹയസ്റ്റ് സ്റ്റേറ്റ് ഏത് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്നു, അതിനെയാണ് നമ്മൾ ഫെർമി ലെവൽ. ആ ഒരു എനർജി സ്റ്റേറ്റിനെയാണ് നമ്മൾ, എനർജി ലെവലിനെയാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് വിളിക്കുക. ഇവിടെ ഇലക്ട്രോൺ നിൽക്കുന്ന സമയത്ത് ആ ഇലക്ട്രോണിനെ പൊസസ് ചെയ്യുന്ന എനർജി, അതായത് മാക്സിമം എനർജിനെ നമ്മൾ ഫെർമി എനർജി എന്ന് വിളിക്കും. അപ്പോൾ ഫെർമി എനർജി ഈ 0 ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ ഡെറിവേഷൻ കൺസെപ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഫെർമി ലെവൽ അല്ല ഹയസ്റ്റ് എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തോട്ട് വേറെ ലെവൽസിലും ഇലക്ട്രോൺസിന് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് ഹയർ ലെവലിലേക്ക് പോകും, റേഡിയേഷൻ എമിറ്റ് ചെയ്ത് ലോവർ ലെവലിലേക്ക് വരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ 0 ടെമ്പറേച്ചർ അല്ലെങ്കിൽ 0 കെൽവിൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇലക്ട്രോണിന് എടുക്കാൻ പറ്റുന്ന ഹയസ്റ്റ് എനർജി ലെവലിനെയാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് വിളിക്കുക കേട്ടോ. ഇത്ര ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇനി നമ്മൾക്കറിയാം നമ്മൾ മെറ്റീരിയൽസിനെ മെറ്റൽസ്, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഉള്ള ഫെർമി ലെവലിന്റെ ഒരു ഡയഗ്രാം ആയി കൊടുത്തിരിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കൊടുത്തതേ ഉള്ളൂ. കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും ഇടയിലായിട്ട് കണ്ടോ ഈ ഒരു സ്പേസിൽ നമുക്ക് ഫെർമി ലെവലിനെ കാണാൻ പറ്റും. സെമി കണ്ടക്ടറിന്റെ കേസിൽ ഫെർമി ലെവൽ കുറച്ചും കൂടി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇൻസുലേറ്ററിൽ വലുതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഫെർമി ലെവലിനെ കാണാം. ഇനി സെമി കണ്ടക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇത്തിരി കൂടി ക്ലോസ് ആവത്തില്ലേ. ഇലക്ട്രോൺസിനെ നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വാലൻസിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദൂരമേ ഉള്ളൂ, അതാണ് ബാൻഡ് ഗ്യാപ്പ് അല്ലേ. അതിൻ്റെ ഇടയിൽ മെറ്റലിന്റെ കേസിൽ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ കേസിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും കൂടി ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ആ ഓവർലാപ്പ് ചെയ്യുന്ന പൊസിഷനിലായിരിക്കും നമുക്ക് ഫെർമി ലെവലിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസസിൽ നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ഫെർമി ലെവൽ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, പ്യുവർ സെമി കണ്ടക്ടർ, സിലിക്കൺ അല്ലെങ്കിൽ പ്യുവർ ജെർമേനിയം ഒക്കെ എടുക്കുന്ന സമയത്ത് കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും ഒത്ത നടുക്കായിട്ട് അല്ലേ, കറക്റ്റ് മിഡിലായിട്ട് നമുക്ക് ഫെർമി ലെവലിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഞാനത് ഡോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പം എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആക്കി അതിനെ ഡോപ്പ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ EF അല്ലെങ്കിൽ നമ്മുടെ ഫെർമി ലെവൽ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. കാരണം എന്താ, ഞാൻ ഇവിടെ ഡോപ്പ് ചെയ്യുമ്പോഴത്തേനും ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള എലമെന്റ് വെച്ചിട്ടാണ് ഞാൻ ഡോപ്പ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അതുകൊണ്ട് കണ്ടക്ഷൻ ബാൻഡിലെ ഡെൻസിറ്റി ആണ്, ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി ആണ് കൂടുതൽ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഫെർമി ലെവൽ ജമ്പ് ചെയ്യും. ഇനി അടുത്തത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിലോ, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ അവിടെ ഹോളിന്റെ ഡെൻസിറ്റി ആ കൂടുതൽ. അതുകൊണ്ട് വാലൻസ് ബാൻഡിലാണല്ലോ ഹോളിന്റെ ഡെൻസിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഡെൻസിറ്റി കൂടിയ സ്ഥലത്തേക്ക് ഇ എഫ് എന്താ ജമ്പ് ചെയ്യും. അപ്പൊ ഇവിടെ ആയിട്ട് നമുക്ക് ഇ എഫിനെ കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇതാണ് നമുക്ക് ഫെർമി എനർജി ലെവലിന്റെ ബേസിക് കൺസെപ്റ്റിൽ പറയാൻ പറ്റുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ എവിടെയാണ്, എൻ ടൈപ്പിൽ എവിടെ, എക്സ്ട്രിൻസിക് തന്നെ എൻ ടൈപ്പിൽ എവിടെയാണ്, പി ടൈപ്പിൽ എവിടെയാണെന്നുള്ള ബേസിക് ഐഡിയ. ഇത് ചില മൊഡ്യൂൾസിലൊക്കെ ഇതൊരു വലിയ ഡെറിവേഷൻ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ ബാൻഡ് ഡയഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് കീ കൺസെപ്റ്റ് മതി. അതുകൊണ്ട് നമുക്ക് കീ കൺസെപ്റ്റ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം ഇനിയും കുറേ ഡെറിവേഷൻസ് ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഒരു വലിയൊരു മൊഡ്യൂളാണിത്. ഒരുപാട് ഡെറിവേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. എന്നാലും ഇത് അറിഞ്ഞിരിക്കണം. ചെറിയ മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ. ഓക്കെ, അപ്പം നമുക്കിനിയും ഈ ഒരു മൊഡ്യൂളിനകത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി എന്താ ഈ ഡെൻസിറ്റി, ഇതൊരു ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്. പിന്നെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ്, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ ടോപ്പിക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കാം. അപ്പോൾ എന്താ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്, നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. നമുക്കറിയാം ഇലക്ട്രോൺസ് ആണ് കണ്ടക്ഷൻ അനുവദിക്കുന്നത് അല്ലെങ്കിൽ എബിലിറ്റി കൊടുക്കുന്നത്. കണ്ടക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് കാരണമാവുന്നത് ഇലക്ട്രോൺസ് ആണെന്നറിയാം. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു എനർജി സ്റ്റേറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഒരു കണ്ടക്ഷനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിനെ അറിയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഡെൻസിറ്റി അറിയുക, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് അറിയുക അല്ലേ, ആ എനർജി സ്റ്റേറ്റിനെ പറ്റി അറിയുക, അതുവഴി ഇലക്ട്രോൺ അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇസഡ് ഓഫ് ഇ ഡി ഇ എന്ന് പറഞ്ഞൊരു ഡെറിവേഷൻ നമ്മൾ എടുത്തിട്ട് ഇസഡ് ഓഫ് ഇ ഡി ഇക്കൊരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, ഡെറൈവ് ചെയ്തെടുക്കാൻ പോവുക. അപ്പോൾ സാധാരണ നമ്മൾ ഡെൻസിറ്റി കുഞ്ഞു ക്ലാസ്സുകളിൽ ഡെൻസിറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നു അല്ലേ, സിമ്പിൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ, മാസ് ബൈ വോളിയം. ഇവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് പെർ യൂണിറ്റ് വോളിയം ഇൻ ആൻ ഇന്റർവെൽ ആണ്. ഒരു എനർജി ഇന്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യും. ഇവിടെ നമ്മൾ ഇ പ്ലസ് ഡി ഇയും പിന്നെ ഇ പ്ലസ് ഡി ഇ എന്ന് പറയുന്ന ഒരു എനർജി, രണ്ട് സ്റ്റേറ്റുകളുടെ ഇടയിലുള്ള ഒരു ഏരിയ, അവിടുത്തെ ഒരു ഏരിയയോ അല്ലെങ്കിൽ വോളിയമോ അവിടുത്തെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്. അത് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ ഫിഗർ കാണുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് എഴുതിയേ ഉള്ളൂ. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, അതിനെയാണ് നമ്മൾ എൻ ഓഫ് ഇ ഡി ഇ എന്ന് പറയുന്നത്, ബൈ യൂണിറ്റ് വോളിയം. അപ്പം നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത് ഒരു ക്യൂബിക്കൽ സ്പേസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനകത്തൊരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ക്വാണ്ടം നമ്പേഴ്സ് എൻ എക്സ് എൻ വൈ എൻ എസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന്റെ ക്വാണ്ടം നമ്പറിനെ എൻ എക്സ് എന്നും വൈൻ്റെതിനെ എൻ വൈ എന്നും ഇസഡിനെ ഇസഡ് എന്നും എൻ ഇസഡ് എന്നും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഡെറിവേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ ഓക്കെ, അപ്പം മുമ്പത്തെ സ്ലൈഡിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഞാൻ ആ ഇക്വേഷൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അത് ഒന്ന് എഴുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ക്യൂബിക്കൽ ഷേപ്പ്, ക്യൂബ് ഞാൻ അങ്ങനെ സ്ട്രെസ് ചെയ്ത് വരച്ചിട്ടില്ല. നിങ്ങൾ ഇതിനെ ഒരു ക്യൂബിക്കൽ സ്പേസ് ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യുക. ആ ക്യൂബിക്കൽ സ്പേസ് നകത്തിരിക്കുന്ന ഒരു സ്പിയറിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവിടെ സ്പിയർ ആണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. സോ ഈ സ്ഫിയറിനെ നമ്മൾ 3 ഡയമെൻഷനെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ എൻ എക്സ്, എക്സ് ആക്സിസിലെ ക്വാണ്ടം നമ്പർ എൻ എക്സ്, വൈയുടേത് എൻ വൈ, ഇസഡിൻ്റെത് എൻ ഇസഡ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒറിജിനിൽ നിന്നും നമ്മൾ ഈ സ്ഫിയറിന്റെ അകത്തെ സൈഡിന്റെ റേഡിയസിനെ നമ്മൾ എൻ എന്ന് കൺസിഡർ ചെയ്യുന്നു. പിന്നെ അതേ കണ്ടോ, ഒരു സ്ഫിയർ ഉണ്ട്, അതിന്റെ പുറത്ത് നമുക്ക് അതിന്റെ ആ സ്ഫിയറിന്റെ ഇന്നർ കോട്ടിങ് ഔട്ടർ കോട്ടിങ് പോലെ നമുക്ക് നോക്കാം. ആ ഇടയ്ക്ക് വരുന്ന സ്പേസിനെ നമുക്ക് ഡി എൻ എന്ന് കൺസിഡർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇയും ഡി ഒക്കെ ഈ ഫിഗറിനകത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് ഇ ആയിരിക്കും, കുഞ്ഞ് സ്പേസിലെ ഡി ഇ ആയിരിക്കും. അപ്പം ഇയും ഡി ഇയും ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു എനർജി സ്റ്റേറ്റ്, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്തെഴുതാം, നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് വിതിൻ എ സ്പിയർ. അപ്പോൾ ഈ ഒരു സ്പിയർ എൻ റേഡിയസ് ഉള്ള നമ്മുടെ ഈ ഉള്ളിൽ കാണുന്ന ആ ഒരു ഏരിയ, അവിടുത്തെ നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സിനെ നമുക്ക് എന്തെന്ന് എഴുതാം, അവിടുത്തെ റേഡിയസ് എൻ ആണല്ലോ, സ്പിയർ ആണല്ലോ ഷേപ്പ്. അപ്പം നമുക്ക് സ്റ്റേറ്റിനെ എങ്ങനെ എഴുതാം, എൻ ഓഫ് ഇ ഡി ഇ ഈസ് ഈക്വൽ ടു 4/3. നമ്മുടെ സ്പിയറിന്റെ വോളിയം എത്രയാ, 4/3 πr³ അല്ലേ. അത് നമ്മൾ എഴുതി.
ഇനിയും നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ് വിത്തിൻ എ സ്പിയർ ഓഫ് റേഡിയസ് n പ്ലസ് ഡി എൻ. ഇനി നമ്മൾ ഇതാണ്ട് ആ പുറത്തെ ആ സ്ട്രക്ചറും കൂടെ കൺസിഡർ ചെയ്യുക. എന്നും ഡി എന്നും n പ്ലസ് ഡി എൻ എടുക്കുക. അപ്പൊ അവിടുത്തെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഓഫ് ഇ ഡി ഇ ഈസ് ഈക്വൽ ടു 4/3 പൈ. ഇപ്പൊ ആരും കൂടെ വന്നു? n പ്ലസ് ഡി എന്നും കൂടെ വന്നു. n പ്ലസ് ഡി എൻ ദ ഹോൾ ക്യൂബ്. അപ്പൊ n എന്ന് പറയുന്ന ആ ഒരു എനർജി സ്റ്റേറ്റ് കൺസിഡർ ചെയ്തു, നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ് കൺസിഡർ ചെയ്തു, n പ്ലസ് ഡി എൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയും നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് 2 മൈനസ് 1 ചെയ്യാം. 2 മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? എൻ ഓഫ് ഇ ഡി ഇ ഈസ് ഈക്വൽ ടു 4/3 പൈ എൻ പ്ലസ് ഡി എൻ ദ ഹോൾ ക്യൂബ് മൈനസ് 4/3 പൈ എൻ ക്യൂബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതിക്കേ. എൻ ഓഫ് ഇ ഡി ഇ ഈസ് ഈക്വൽ ടു 4/3 പൈനെ കോമൺ രണ്ടിടത്തും ഉണ്ട്, വെളിയിലെടുത്തു. എൻ ക്യൂബ് പ്ലസ് ഡി എൻ ക്യൂബ് പ്ലസ് 3n സ്ക്വയർ ഡി എൻ പ്ലസ് 3dn സ്ക്വയർ എൻ മൈനസ് എൻ ക്യൂബ്. നമ്മുടെ എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് അത് വെച്ചിട്ട് എഴുതത്തില്ലേ, അത് വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തത്. ഓക്കെ, ഇനി എൻ ഓഫ് ഇ ഡി ഇ ഈസ് ഈക്വൽ ടു 4/3 പൈ ഡി എൻ ക്യൂബ് പ്ലസ് 3n സ്ക്വയർ ഡി എൻ പ്ലസ് 3dn സ്ക്വയർ. n മാത്രമേ വരത്തുള്ളൂ, കാരണം എന്താ, ഇവിടെ എൻ ക്യൂബും മൈനസ് എൻ ക്യൂബും കട്ടായിപ്പോയി, ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ എഴുതി. ഇനി ഇവിടെ നമ്മൾ ഹയസ്റ്റ് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹയസ്റ്റ് പവേഴ്സ് ഓഫ് ഡി എന്നിനെ എല്ലാം കളയുന്നു. ഡി എന്നിന്റെ ഹയസ്റ്റ് പവർ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഡി എൻ ക്യൂബും നമുക്ക് ഇവിടെ പോവും, ഇവിടെ ഒരു ഡി എൻ സ്ക്വയറും ഉണ്ടായിരുന്നു. ഹയസ്റ്റ് പവേഴ്സിനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി ഒറ്റ ടൈമേ വരത്തുള്ളൂ. എൻ ഓഫ് ഇ ഡി ഇ ഈസ് ഈക്വൽ ടു 4/3 പൈ 3n സ്ക്വയർ ഡി എൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നു. ഇനി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഇതൊരു 3 ഡയമെൻഷനലായിട്ട് കൺസിഡർ ചെയ്ത സമയത്ത് എൻ എക്സ്, എൻ വൈ, എൻ ഇസഡ് എന്ന് പറഞ്ഞിട്ട് 3 ക്വാണ്ടം നമ്പേഴ്സ്, ഓരോ ആക്സിസിനും ഓരോ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തത്. അപ്പം നമ്മൾ ഈ ഒരു സ്ഫെറിക്കൽ സർഫസ് നോക്കുവാണെങ്കിൽ, ഇപ്പം നമ്മൾ എൻ എസ്, എൻ വൈ, എൻ ഇസഡ് ഇവർക്ക് നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഇപ്പം എൻ എക്സിന് 1 എടുക്കാം, എൻ ഇസഡിന് 1 എടുക്കാം, എൻ വൈക്കും 1 എടുക്കാം അറ്റ് എ ടൈം. അടുത്ത വട്ടം നമുക്ക് 1 മൈനസ് 1 1 എന്ന് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് കുറേ കോമ്പിനേഷൻസ് എഴുതാൻ പറ്റും അല്ലേ? അങ്ങനെ കോമ്പിനേഷൻസ് എഴുതുമ്പം ഒരു 8 കോമ്പിനേഷനിൽ മാത്രമേ നമുക്ക് എൻ എക്സിനെയും എൻ വൈനെയും എൻ ഇസഡിനെയും ഒരു സെറ്റായിട്ട്, നമ്മൾ ഇവരെ 3 പേരെ ഒരു സെറ്റായിട്ട് എഴുതുന്ന സമയത്ത് എൻ എക്സിനും എൻ വൈക്കും എൻ ഇസഡിലും അറ്റ് എ ടൈം പോസിറ്റീവ് വാല്യൂ വരുന്നത് 8 വട്ടമേ നമുക്ക് വരുന്നുള്ളൂ. ഒരു 8 കോമ്പിനേഷൻ നമുക്ക് അങ്ങനെ കിട്ടും. ബാക്കി എല്ലാ കേസിലും എയ്തർ എൻ എക്സ് നെഗറ്റീവ് ആയിരിക്കും, എൻ വൈ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ ഇസഡ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് എഴുതി നോക്കാം കേട്ടോ. എൻ എക്സ്, എൻ വൈ, എൻ ഇസഡ് എടുക്കുക. 1 1 1 1 മൈനസ് 1 1 മൈനസ് 1 1 1 അങ്ങനെ നമുക്ക് കുറേ കോമ്പിനേഷൻസ് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 8 കോമ്പിനേഷൻസിൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വോളിയം ഓഫ് സ്ഫിയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ 3നെ നമുക്ക് എൻ ഓഫ് ഇ ഡി ഇ ഈസ് ഈക്വൽ ടു, നമ്മൾ ആ സ്ഫിയറിന്റെ 1/8 മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, കാരണം 8 കോമ്പിനേഷൻസിൽ മാത്രമാണ് നമുക്ക് പോസിറ്റീവ് കിട്ടിയത്. സോ 1/8 4/3 പൈ 3n സ്ക്വയർ ഡി എൻ എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 8ഉം ഈ 4ഉം കൂടെ കട്ട് ചെയ്യാലോ. അപ്പോൾ 2 വരത്തില്ല ഡിനോമിനേറ്ററിൽ. പിന്നെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ 3യും ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഈ 3യും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ. അങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഓക്കെ, അത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം. കണ്ടോ, അങ്ങനെ എഴുതിയപ്പം എൻ ഓഫ് ഇ ഡി ഇ ഈസ് ഈക്വൽ ടു π/2 n സ്ക്വയർ ഡി എൻ എന്ന് നമുക്ക് കിട്ടി. ഇതിനെ ഞാൻ കുറച്ചും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പം എനിക്ക് എൻ ഓഫ് ഇ ഡി ഇ എന്ന് പറയുന്നത് എന്ത് കിട്ടും? π/2 n ഡി എന്നിനെ ഒരുമിച്ച് കൊടുത്തു. ഇത് എന്തെങ്കിലും പർപ്പസ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഇതിന്റെ പർപ്പസ് നമുക്ക് പിന്നീട് അടുത്ത സ്ലൈഡുകളിലായിട്ട് മനസ്സിലാവും. അപ്പൊ ആ സ്പ്ലിറ്റ് ചെയ്തു. n സ്ക്വയറിനെ നമ്മൾ n ഡി എൻ എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇക്വേഷൻ നമ്പർ 4 കൊടുത്തിട്ട് എഴുതി. ഓക്കെ, ഇനിയും നിങ്ങൾ എല്ലാവരും ഇപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻസ്, ടൈം ഡിപ്പെൻഡന്റും ടൈം ഇൻഡിപെൻഡന്റും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിനകത്തുനിന്ന് നമ്മൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷന്റെ എനർജിയുടെ വാല്യൂ ഒരു എ എന്ന് പറയുന്ന നമ്മളിപ്പോൾ എടുത്ത് നമ്മൾ ഒരു ക്യൂബിക്കിനകത്തിരിക്കുന്ന സ്ഫിയറിനെ ആയിരുന്നു കൺസിഡർ ചെയ്തത്. നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളൊരു ക്യൂബിക് സർഫസിനകത്തുള്ളൊരു സ്പെറിക്കൽ സംഭവമായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പൊ ആ ക്യൂബിന്റെ സൈഡ് എ ആണെന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു അല്ലേ?
അപ്പം Schrödinger wave equation വെച്ചിട്ട് the energy of the electron in a cubical surface with the side A എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? n square h square by 8ma square എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. ഇത് പുതിയ ഇക്വേഷൻ എങ്ങൊന്നും എഴുതിയതൊന്നും അല്ല, നമ്മുടെ ഷ്രോഡിഗറിന്റെ എനർജി ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തേ ഉള്ളൂ കേട്ടോ. വേറെ എങ്ങൊന്നും നമ്മൾ കൊണ്ടുവന്ന ഇക്വേഷൻ ഒന്നും അല്ല ഇത്. സോ ഇവിടുന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് n square is equal to നമുക്ക് എങ്ങനെ എഴുതാം? 8ma square e by h square എന്ന് n സ്ക്വയറിന് നമ്മളൊരു വാല്യൂ എടുത്തു. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് n കണ്ടുപിടിക്കണം. n നെ നമുക്ക് എങ്ങനെ എടുക്കാം? സ്ക്വയർ അല്ലേ, അപ്പൊ റൂട്ട് എടുത്താൽ മതിയല്ലോ n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 8ma square by h square, എല്ലാത്തിനും പവർ 1/2 വരും എങ്കിലും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്തു. 8ma square by h square, കാരണം ഇവരെല്ലാവരും കോൺസ്റ്റന്റ് വാല്യൂസ് ആയതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് എഴുതി അവർക്ക് 1/2 കൊടുത്തു. എനർജിനെ മാത്രം നമ്മൾ മാറ്റി എനർജിക്ക് e⁻² എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇത് ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ലാസ്റ്റ് എത്താറായി. ഇനി നമുക്ക് ഈ കിട്ടിയ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Z of E DE കിട്ടും. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 5 ആണ്. ഇക്വേഷൻ നമ്പർ 6 അല്ല, n is equal to എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ അല്ല, n square is equal to നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ അല്ലേ കഴിഞ്ഞ സ്ലൈഡിൽ, ഫിഫ്ത്ത് ഇക്വേഷൻ. ആ ഫിഫ്ത്ത് ഇക്വേഷൻ എടുക്കുന്നു, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ n സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 2ndn എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു 8ma സ്ക്വയർ h സ്ക്വയർ de എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, so ndn is equal to 8ma square by 2h square de എന്ന് എഴുതാം. എന്താ ചെയ്തത്? ആകെ ഇവിടെ കിടക്കുന്ന 2നെ നമ്മളിങ്ങനെ താഴോട്ടേക്ക് കൊണ്ടുവന്നു. ഇപ്പം നമുക്ക് കിട്ടിയല്ലോ, ndn ഒരു വാല്യൂ കിട്ടി. കഴിഞ്ഞ സ്ലൈഡിൽ n ഒരു വാല്യൂ കിട്ടി. അപ്പോൾ ഈ n വാല്യൂവും ndn വാല്യൂവും നമ്മൾ ഫോർത്ത് ഇക്വേഷനിലേക്ക്, നമ്മളവിടെ ഞാൻ എന്തായാലും പറഞ്ഞല്ലേ, നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് n സ്ക്വയർ dn ഞാൻ ndn എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഫോർത്ത് ഇക്വേഷനിനകത്ത്. അപ്പോൾ അത് എന്തിനാണ് എഴുതിയത്? നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിട്ടാണ് എഴുതിയെന്ന് ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു. അപ്പം നമ്മുടെ ഈ കണ്ടുപിടിച്ച n വാല്യൂ ndn വാല്യൂവും കൂടി നമ്മൾ അങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് n of E de is equal to പറഞ്ഞിട്ട് π/2 8ma square by h square the whole raised to 1/2 e⁻², 8ma square by 2h square de എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ഒന്നുമില്ല, n വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ndn വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഫോർത്തിലേക്ക്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഇനി നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? കട്ടൊന്നും ചെയ്ത് കളയണ്ട. നമുക്കിവിടെ തൽക്കാലം എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാം അല്ലേ. ഇവിടെ 8ma square by h square the whole raised to 1/2 ഉണ്ട്. ഇവിടെ 8ma square by h square ഉണ്ട്. അപ്പം ഇത് 1 ടൈം അല്ലേ, 8ma square by h square the whole raised to 1 അല്ലേ. ഇത് 8ma square by h square the whole raised to 1/2 അല്ലേ. അപ്പോൾ a⁻m into a⁻n ഫോർമുല നമുക്ക് യൂസ് ചെയ്യാമല്ലോ. a⁻m plus n അങ്ങനെ ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 8ma square by h square the whole raised to 3/2 എന്ന് എഴുതാമല്ലോ. അതാ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടോ. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ഒരു 2 കിടപ്പുണ്ടായിരുന്നു, ആ 2നെയും ഈ 2നെയും കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് 4 ആക്കി. അപ്പോൾ എന്തൊക്കെ വന്നു? π/4. അപ്പോൾ ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഒന്നും കട്ട് ചെയ്ത് കളയരുത്. π/4 2നെ ഇങ്ങോട്ടേക്ക് കൊടുത്തു, π/2ൻ്റെ കൂടെ 2നെ കൊടുത്തു, അപ്പോൾ π/4 ആയി. 8ma square by h square 1/2ഉം 8ma square by h squareഉം കൂടെ a⁻m into a⁻n എന്നുള്ള ഫോമിൽ ചെയ്ത് 8ma square by h square the whole raised to 3/2 ആയി. ഇനി ഇവിടെ ഒരു e⁻1/2ഉം dയും കൂടെ ഉണ്ട്, അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എഴുതി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 8. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് 2 ഇലക്ട്രോൺസ് ഓഫ് ഓപ്പോസിറ്റ് സ്പിൻ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നമ്മൾ പറഞ്ഞ എന്താ? സെയിം സ്പിന്നുള്ള ആൾക്കാർക്ക് ഒരു സ്റ്റേറ്റിനെ ഓക്കുപ്പൈ ചെയ്യാൻ പറ്റത്തില്ല. ഡിഫറൻറ്റ് സ്പിന്നുള്ള ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു സ്റ്റേറ്റിനെ ഓക്കുപ്പൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹെൻസ് ദ നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് അവൈലബിൾ ഫോർ ഇലക്ട്രോൺ ഓക്കുപ്പൈങ് ഈസ് ഗിവൺ ബൈ അല്ലേ. അപ്പം
ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? NOV-DE എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്റ്റേറ്റ് ആണ്, എനർജി സ്റ്റേറ്റ് ആണ് അല്ലേ? നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ആണ്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? നമ്മൾ എല്ലാ ക്വാണ്ടം നമ്പേഴ്സും സെയിം വന്നാലും സ്പിൻ ഒരിക്കലും സെയിം വരാൻ പാടില്ല അല്ലേ? അപ്പം ഒരു സ്റ്റേറ്റിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ 2 ഇലക്ട്രോൺസിനും സ്പിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനാണെങ്കിൽ ഇവിടെ സ്റ്റേറ്റിനെയാണ് നമ്മൾ എനർജി സ്റ്റേറ്റിനെയാണ് NOV-DE എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്റ്റേറ്റും കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ 2 ഇലക്ട്രോൺസ് കാണും എന്നാണ് നമ്മൾ ഇവിടുന്ന് അസ്യൂം ചെയ്യുന്നത് അല്ലേ? അപ്പം NOV-DE എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്ക് 8ൽ നിന്നും കിട്ടി. ഇനി 2 എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? NOV-DE is equal to ഓരോ സ്റ്റേറ്റിലും 2 എണ്ണം വീതം. അപ്പൊ 2 into pi/4 8ma square by h square the whole raised to 3/2 e raised to 1/2 de എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഈ 2ഉം 4ഉം കൂടെ ഞാൻ കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് pi/2 8ma square by h square the whole raised to 3/2 e raised to 1/2 de എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇക്വേഷൻ നമ്പർ 9. അപ്പൊ നമ്മൾ NOV-DE കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ZOV-DE ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ആ വേണ്ടത്. അതിന്റെ ന്യൂമറേറ്റർ നമ്മൾ കണ്ടുപിടിച്ചു, NOV-DE നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വോളിയവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെറിവേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. നൗ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ZOV-DE is equal to NOV-DE by volume. ZOV-DE is equal to pi/2 8ma square by h square the whole raised to 3/2 e raised to 1/2 d. അതെന്തായിരുന്നു? നമ്മുടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു കിട്ടിയത്. ഇനി വോളിയം എന്താ? A. സൈഡ് A ആണെങ്കിൽ വോളിയം A³ ആയിട്ട് നമുക്ക് എഴുതാം. So ZOV-DE is equal to pi/2 8m the whole raised to 3/2 a square by h square നെ ഞാൻ ഒരുമിച്ച് എഴുതി 3/2 കൊടുത്തു. e raised to 1/2 de by a³. ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു, കാരണം നമുക്ക് അത് ആവശ്യം വരും അതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. ZOV-DE is equal to pi/2 8m the whole raised to 3/2. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? a square by h square, ഇവിടെ കണ്ടോ, a square by h square the whole raised to 3/2. അപ്പൊ a square into 3/2 കൊടുത്തു, h square into 3/2 കൊടുത്തു. അപ്പൊ 2ഉം 2ഉം കട്ടായി പോവല്ലോ. a raised to m the whole raised to n is equal to a raised to m into n പഠിച്ചിട്ടില്ലേ? അത് വെച്ചിട്ട് ചെയ്തപ്പം നമുക്ക് 2ഉം 2ഉം കട്ടായി. അപ്പൊ a³ ഇവിടെയും 2ഉം 2ഉം കട്ടായി. അപ്പൊ h³. അതെങ്ങനെ ഞാൻ a³ by h³ എന്ന് ഇവിടെ എഴുതി. ഇനി നമ്മുടെ e raised to 1/2 de ഉണ്ട്. പിന്നെ ഇവിടെ താഴെ നമുക്ക് വോളിയത്തിന്റെ a³ കിടപ്പില്ലേ? അതിനെ എനിക്ക് 1/a³ എന്ന് എഴുതാമല്ലോ. 1/a³ എന്ന് ഞാൻ എഴുതി. a³ by 1 ആകുമ്പോൾ തിരിച്ചിടുമ്പോൾ 1/a³ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഈ a³ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ a³ കൂടെ അങ്ങ് കട്ട് ചെയ്ത് കളയാമല്ലോ. സോ ഫൈനലി നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ZOV-DE എന്താ കിട്ടിയത്? pi/2h³ 8m the whole raised to 3/2 e raised to 1/2 de. സോ ഇതാണ് നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന്റെ ഡെറിവേഷൻ. നമ്മളപ്പോൾ ഇത്രയും ചെയ്തത് എന്തിനാ? ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് കൊണ്ടിട്ട് തീർന്നില്ല. ഇനി ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന്റെ ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിൽ ഇലക്ട്രോൺസ്, കണ്ടക്ഷൻ ബാൻഡിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിൽ വാലൻസ് ബാൻഡിൽ എത്ര ഹോൾസ് ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന്, കാരണം ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിനാ? എത്ര ഇലക്ട്രോൺസ് ഉണ്ട് കണ്ടക്ഷൻ ബാൻഡിൽ, അല്ലെങ്കിൽ എത്ര ഹോൾസ് ഉണ്ട് വാലൻസ് ബാൻഡിൽ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെൻസിറ്റി കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി നമ്മൾ അതുകൂടെ ഡിസ്കസ് ചെയ്യും. അതുകൂടെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു ടോപ്പിക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിൻ്റെ കൂടെ ഫോളോ അപ്പ് ആയിട്ട് 2 പോർഷൻ കൂടി വരുന്നുണ്ട്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോണും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഹോളും. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിൻ്റെ ഇക്വേഷൻ ഇല്ലേ, അത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ചെറിയ രീതിയിലൊരു മോഡിഫിക്കേഷനും കൂടെ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും നമ്മൾ മുന്നോട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ZOV-DE നമുക്ക് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഇത് ചെയ്ത് നിർത്തിയായിരുന്നു അല്ലേ? pi/2h³ 8m the whole raised to 3/2 e raised to 1/2 de എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി.
അപ്പോൾ ഇതിനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. 5/2h³ 8m 3/2. 8m to the power 3/2 നെ എനിക്ക് എങ്ങനെ എഴുതാം? 8m raised to 1/2. കാരണം a raised to m into a raised to n ഫോർമുലയിൽ എഴുതുമ്പോൾ ഇത് a raised to m plus n 3/2 തന്നെ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതി. e raised to 1/2 de. വീണ്ടും 5/2h³. 8m നെ ഞാൻ 4 into 2m എന്ന് എഴുതി, തെറ്റില്ലല്ലോ. ഇവിടെ 8m നെ വീണ്ടും 4 into 2m the whole raised to 1/2 e raised to 1/2 de കൊടുത്തു. 5/2h³ 4 into 2m. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 4 raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 4 raised to 1/2 എന്ന് പറയുന്നത് 2. അപ്പോൾ അത് 2 ആക്കി വെളിയിൽ വെച്ചു. 2m the whole raised to 1/2 e raised to 1/2 de പറഞ്ഞിട്ട് എഴുതി. ഇനിയും ഫൈനലി z of e de is equal to, നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. ഈ 2ഉം ഇവിടെ നിന്ന് ഒരു 2ഉം കൂടി കട്ട് ചെയ്ത് കളയാം. അന്നേരം നമുക്ക് ബാലൻസ് എന്തൊക്കെ വരും? 4 pi h³ അല്ലേ, ഇത് ഈ 4 pi താഴെ h³, 4 pi by h³. 2m the whole raised to 3/2. 2m the whole raised to 3/2 വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2m raised to 1/2 ഉണ്ട്, ഇവിടെ ഒരു m ഉണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു m വന്നല്ലോ, അതെ ഈ m ഉം m raised to 1/2. അപ്പോൾ m raised to 1 ഉം m raised to 1/2 കൂടെ m raised to 3/2 എഴുതാമല്ലോ. ഇവിടെ ഒരു 2 raised to 1/2 ഉണ്ട്, ഒരു 2 ഉണ്ട്, അപ്പോൾ 2 raised to 3/2 എഴുതാമല്ലോ. രണ്ടിനെയും കൂടെ ഒരുമിച്ച് 2m raised to 3/2 എഴുതി, e raised to 1/2 de. അപ്പോൾ ഈ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ഇനി മുന്നോട്ടേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വന്നത് z of e de ക്കകത്തുനിന്ന് തന്നെ, പക്ഷെ അതൊന്ന് മോഡിഫൈ ചെയ്ത് ഓക്കെ. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ z of e de എന്ന് പറയുന്നത് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി നോക്കാം. ലെറ്റ് dn be the number of electrons available between the energy intervals എന്ന് dn ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. നമ്മൾ ആദ്യം ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്ത എനർജി സ്റ്റേറ്റ് ഏതായിരുന്നു? E ആൻഡ് E പ്ലസ് ഡി ഇ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലെ കണ്ടക്ഷൻ ബാൻഡ്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. The dn is defined as, അപ്പോൾ dn നെ നമുക്ക് എങ്ങനെ എഴുതാം? dn number of electrons available is equal to probability of occupancy into density of state. ഇതാണ് ഇക്വേഷൻ. നമ്പർ ഓഫ് സ്റ്റേറ്റ്സിനെ നമുക്ക് പ്രോബബിലിറ്റി ഫംഗ്ഷൻ, ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f of e യും പിന്നെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സും, ഇതിനാണ് നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിന്റെ ആവശ്യം. അപ്പോൾ ഇതിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇനിയെല്ലാം നമ്മൾ ഇക്വേഷൻസ് ചെയ്ത് കൊടുത്തങ്ങ് പോവാം. ഓക്കെ. ഇപ്പൊ നമുക്ക് കിട്ടിയത് dn ആണ്. നമ്മളൊരു കുഞ്ഞൊരു ഏരിയയിൽ, നമ്മൾ മാത്സിൽ ഒക്കെ 12th സ്റ്റാൻഡേർഡിലും ഒക്കെ നമ്മൾ ചെയ്യുമല്ലോ, ഒരു കുഞ്ഞ് ഏരിയയുടെ കണ്ടുപിടിക്കും, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടൽ കണ്ടുപിടിക്കും. അതല്ലേ നമുക്ക് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ തന്നെ dn എന്ന് പറയുന്ന ഒരു സ്മോൾ നമ്പർ കണ്ടുപിടിക്കും, എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവൈലബിൾ ബിറ്റ്വീൻ ദ എനർജി സ്റ്റേറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് dn നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് വേണമല്ലോ. അപ്പം കണ്ടക്ഷൻ ബാൻഡ് നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും എടുക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പം നമ്മൾ ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുന്നത്. അപ്പം നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് കൺസിഡർ ചെയ്യുക. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡ് എടുക്കുന്ന സമയത്ത് ഇ സി എന്ന് പറയുന്നത് ഈ കണ്ടക്ഷൻ ബാൻഡിൻ്റെ ലോവർ എനർജി ലിമിറ്റ് ആണ് അല്ലേ. ഇതിന് ഇ സി തൊട്ട് അങ്ങോട്ടേക്ക് ഒരുപാട് എനർജി ലെവൽസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇൻഫിനിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ലോവർ ലിമിറ്റ് എന്തായിട്ട് എടുക്കാം? ഇ സി ആയിട്ട് എടുക്കാം. അപ്പർ ലിമിറ്റിനെ നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ n is equal to integral EC to infinity dn എന്നെടുത്തു. സോ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ EC to infinity dnന്റെ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞല്ലോ, f of e into z of e de ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ഇനിയും z of e de എന്ന് പറയുന്നത് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ, പക്ഷെ അവിടെ ഒറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാസ്, എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ ആയിട്ട്, ഇവിടെ ഇലക്ട്രോണിനെ അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ, അതുകൊണ്ടാണ് ME സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ എഴുതി വെച്ച സാധനം തന്നെ, ജസ്റ്റ് എമ്മിന് പകരം ME സ്റ്റാർ കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് ആയതുകൊണ്ട് തന്നെ ടോട്ടൽ എനർജി E ആണ്. നമുക്ക് കണ്ടക്ഷൻ മാത്രം ബാൻഡിന്റെ ആ ഒരു ഇത് മാത്രം മതി. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇനെ റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കാം? ഇ മൈനസ് ഇ സി ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. ബാലൻസ് ബാൻഡ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ മാസിനെ നമ്മൾ ചേഞ്ച് ചെയ്തു, എനർജീനെ നമ്മൾ ചേഞ്ച് ചെയ്തു, അത്രയും ചേഞ്ചസ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ എഴുതിക്കാം കേട്ടോ. ഇ മൈനസ് ഇ സി കൊടുത്തു, ടു എം ഇ സ്റ്റാർ കൊടുത്തു, ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇക്ക് പകരം ഇ മൈനസ് ഇ സി കൊടുത്തു, ഇക്വേഷൻ നമ്പർ 2 എഴുതി. നമ്മുടെ ഡി എന്നിൻ്റെ ഇക്വേഷനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളായിരുന്നു ഉള്ളത്. ഇസഡ് ഓഫ് ഇ ഡി ഇ ഉണ്ടായിരുന്നു, എഫ് ഓഫ് ഇ ഉണ്ടായിരുന്നു. അപ്പോൾ എഫ് ഓഫ് ഇ പ്രോബബിലിറ്റി ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്കറിയണ്ടേ, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. The probability of electron occupying the energy state is given by, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ആണ് ഇത്. 1/e⁻e CF/kT പ്ലസ് 1, ഇതാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഡെറിവേഷനെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ അപ്രോക്സിമേഷൻ ഇവിടെ അങ്ങ് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയാണ് ഫോർ ഓൾ പോസിബിൾ ടെമ്പറേച്ചർ, നമ്മൾ കെ ടിക്ക് ടെമ്പറേച്ചർ ടിക്ക് ഏത് വാല്യൂ കൊടുത്താലും ഇ മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ കെ ടി ആണെന്നുള്ള ഒരു അപ്രോക്സിമേഷനിലേക്ക് നമ്മൾ എത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ +1 എന്ന് പറയുന്ന ഈ 1 ഉണ്ടല്ലോ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ എഫ് ഓഫ് ഇ എന്തായിട്ട് മാറും, 1നെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു, അപ്പോൾ 1/e⁻e⁻ അപ്പോൾ 1 ആയതുകൊണ്ട് എനിക്ക് ഇതിനെ മുകളിൽ കൊണ്ടുപോകാമല്ലോ അല്ലെ. 1/e⁻x എനിക്ക് മുകളിൽ കൊണ്ടുപോയിട്ട് e⁻−x എന്ന് എഴുതരുത്. അതേപോലെ ഇവിടെയും e⁻−e⁻ എഴുതി. ഇനി ഈ മൈനസ് കൊണ്ടിട്ട് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ബ്രാക്കറ്റിനകത്ത് EF-E/KT. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, ഇസഡ് ഓഫ് ഇ ഡി ഇയുടെ ഒരു കറക്റ്റ് ഇക്വേഷനും കിട്ടി, എഫ് ഓഫ് ഇയുടെ ഒരു ഇക്വേഷനും കിട്ടി. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ഇൻ്റഗ്രേഷനകത്തോട്ട് കൊണ്ടുക്കുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, നമുക്ക് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ കിട്ടുന്നു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി നമ്മൾ എന്താ ചെയ്തത്, എഫ് ഓഫ് ഇയുടെ ഇക്വേഷനും ഇസഡ് ഓഫ് ഇ ഡി ഇയുടെ ഇക്വേഷനും നമ്മുടെ ഇൻ്റഗ്രൽ വാല്യൂസിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ n = EC ടു ഇൻഫിനിറ്റി ഡി എൻ. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്ത് എഫ് ഓഫ് ഇയുടെ വാല്യൂ ഇട്ട് കൊടുത്തു, ഇസഡ് ഓഫ് ഇയുടെ വാല്യൂ ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ലിമിറ്റ് മാറ്റണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ഫോർത്ത് ഇക്വേഷനകത്ത് കിടക്കുന്ന E-EC ഞാൻ എക്സ് എന്ന് പുട്ട് ചെയ്തു. എക്സ് എന്ന് പുട്ട് ചെയ്താൽ എനിക്ക് ഇനെ എക്സ് പ്ലസ് ഇ സി അല്ലെങ്കിൽ ഇ സി പ്ലസ് എക്സ് എന്ന് എഴുതാലോ, റീഅറേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡി ഇ ഈസ് ഈക്വൽ ടു ഇ സിയുടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഇ സി ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ട് 0 ആവും, എക്സിൻ്റെത് ഡി എക്സ് എന്ന് എഴുതി. അപ്പോൾ ഈ ഒരു റോ മനസ്സിലായല്ലോ നമ്മൾ എന്താ ചെയ്തതെന്ന്. ജസ്റ്റ് പുട്ട് ചെയ്തു, പുട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തു, ഡെറിവേറ്റീവ് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇപ്പം നമ്മൾ E-EC എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ എക്സിൻ്റെ ടേംസിലാവണം നമ്മുടെ ലിമിറ്റ്. ഇപ്പം നമുക്ക് ഇ സിയുടെ ടേംസിലാണ് ലിമിറ്റ് കിടക്കുന്നത്, അതിനെല്ലാം നമ്മൾ എക്സിൻ്റെ ടേംസിലാക്കുക. അപ്പോൾ ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുക, പുട്ട് ഇ ഈസ് ഈക്വൽ ടു ഇ സി. അപ്പം നമ്മുടെ E-EC ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതിനകത്തോട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലോവർ ലിമിറ്റ് എന്തായിരുന്നു, ഇ സി ആയിരുന്നു. ഇയുടെ സ്ഥാനത്തേക്ക് ഞാൻ ഇ സിനെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അപ്പം E-EC ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടുമല്ലോ. ഓക്കെ, EC-EC എന്താ, 0. അപ്പോൾ എക്സിന് ലിമിറ്റ് 0 കിട്ടി. അപ്പോൾ ലോവർ ലിമിറ്റ് എനിക്ക് 0 ആയിട്ട് കിട്ടി. ഇനി ഇതേപോലെ എൻ്റെ അപ്പർ ലിമിറ്റ് എന്തായിരുന്നു, ആക്ച്വലി എൻ്റെ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ E=∞ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ E-EC എനിക്ക് എങ്ങനെ എഴുതാം, ഇൻഫിനിറ്റി മൈനസ് EC ഈസ് ഈക്വൽ ടു എക്സ് എന്ന്. അപ്പോൾ ഇക്കാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഇക്ക് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള EC പുട്ട് ചെയ്തു, പിന്നെ ഇക്ക് അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള ഇൻഫിനിറ്റി പുട്ട് ചെയ്തു, എന്നിട്ട് എന്ത് വരും എന്ന് നോക്കി. അപ്പം ഇൻഫിനിറ്റി മൈനസ് EC ഈസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് കിട്ടി. ഇൻഫിനിറ്റി മൈനസ് EC എന്താ, ഇൻഫിനിറ്റി തന്നെ അല്ല, ഇൻഫിനിറ്റി ഒരു വലിയ വാല്യൂ ആണ്. മൈനസ് EC ചെയ്യുമ്പം ഇൻഫിനിറ്റി പോലെ തന്നെ ഒരു ഹയർ വാല്യൂ, ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി പറഞ്ഞിട്ട് കിട്ടി. അപ്പം നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനിയും ഇക്വേഷൻ 4നെ നമുക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്ത് ലിമിറ്റ് ഒക്കെ മാറ്റി കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷനെ എഴുതി. n=4π/h³ 2me star the whole raised to 3/2. ഇത് കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ലിമിറ്റിന് പുറത്തേക്ക് എടുത്തു കേട്ടോ. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ്, നമ്മുടെ E-ECക്ക് നമ്മൾ പുട്ട് ചെയ്ത വാല്യൂ ഇല്ലേ, അത് നമ്മൾ എക്സ് ആയിട്ട് ഇവിടെ കൊടുത്തു. അപ്പോൾ എല്ലാം മാറ്റി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കറക്റ്റ് ആക്കിയിട്ടാണ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്.
ഇ റേസ് ടു ഇ എഫ് മൈനസ്, ഇവിടെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇക്ക് പകരം ഇ സി പ്ലസ് എക്സ് എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബൈ കെ ടി ഇൻറ്റു ഡി എക്സ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കൊടുത്തു. അപ്പോൾ ഇയുടെ സ്ഥാനത്തുള്ള എല്ലാവരെയും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണോ കൊടുത്തിരിക്കുന്നത് അതെല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു, ലിമിറ്റും കറക്റ്റ് ആക്കി കൊടുത്തു, എല്ലാം ഇപ്പോൾ എക്സിന്റെ ടേംസിലാക്കി നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു മാനിപ്പുലേഷൻ ചെയ്യാമല്ലോ. ഇവിടെ ഇ റേസ് ടു ഇ എഫ് മൈനസ് ബ്രാക്കറ്റ് കൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇ സി മൈനസ് എക്സ് ബൈ കെ ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാമല്ലോ. ഞാൻ അത്രയും സ്റ്റെപ്പായിട്ട് എഴുതിയില്ല, കാരണം പിന്നെയും അങ്ങനെ സ്റ്റെപ്പ് നീണ്ടു പോകും. അപ്പം നിങ്ങൾക്ക് തന്നെ അത് ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ എന്താ ചെയ്തത്, ഇതിനെ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോമിൽ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ സി ബൈ കെ ടിനെ ഞാൻ ഒരു സെറ്റ് ആക്കി, ഇ റേസ് ടു മൈനസ് എക്സ് ബൈ കെ ടിനെ ഞാൻ വേറൊരു സെറ്റ് ആക്കി. ഇതേ കണ്ടോ, ഇതിപ്പോ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോർമുല അല്ലെ. അപ്പൊ എ റേസ് ടു എം പ്ലസ് എൻ എന്നുള്ള ഫോർമുല എഴുതുമ്പോൾ നമ്മുടെ പഴയ രീതിയിലേക്ക് തന്നെ പോകും. അപ്പൊ ജസ്റ്റ് നമ്മൾ ചെയ്തു. എന്തിനാണെന്നറിയാമോ, കോൺസ്റ്റന്റിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി വീണ്ടും നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമ്മുടെ ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ സി ബൈ കെ ടി, ഇ എഫ് ഫെർമി എനർജി ലെവൽ, ഇ സി കണ്ടക്ഷൻ ബാൻഡിന്റെ എനർജി ബൈ കെ ബോൾസ്മാൻ കോൺസ്റ്റന്റ് അല്ലെ. അപ്പൊ ഇതെല്ലാം എന്താ, കോൺസ്റ്റന്റ്. അപ്പൊ ഇത്രയും വാല്യൂസിനെ വീണ്ടും നമുക്ക് ഇന്റഗ്രേഷൻ, ഓൾറെഡി നമ്മൾ കുറച്ച് കോൺസ്റ്റന്റിനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, കൂടെ ഇതിനെയും കൂടെ പുറത്തേക്ക് എടുക്കാം. സോ n is equal to 4 pi by h cube to me star the whole raised to 3 by 2 e raised to ef minus ec by kt integral 0 to infinity x raised to 1 by 2 e raised to minus x by kt into dx. അപ്പോൾ ഇന്റഗ്രേഷനകത്ത് ഇപ്പോൾ ഇത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താ, ഇത് ഗാമ ഫംഗ്ഷനാണ്, ഇതിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി നോൺ ആണ്, അത് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് നമുക്ക് ഡെറിവേഷൻ ചെയ്തു പോവാം. കണ്ടോ, integral 0 to infinity x raised to 1 by 2 e raised to minus x by kt dx എന്ന് പറയുന്ന ഗാമ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നമുക്ക് നോൺ ആണ്, ഗാമ ഫംഗ്ഷൻ ആയതുകൊണ്ട്. എന്താ ഇതിന്റെ വാല്യൂ, പൈ റേസ് ടു 1 by 2 kt റേസ് ടു 3 by 2 by 2 ആണ്. അപ്പൊ ഇനി അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെറിവേഷന്റെ ഫൈനൽ പോർഷനിലേക്ക് നമ്മൾ എത്തി. So n is equal to 4 pi by h cube to me star the whole raised to 3 by 2 e raised to ef minus ec by kt. Gamma function the value കൊടുത്തു, pi raised to 1 by 2 kt raised to 3 by 2 by 2. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ടാക്കാം. ഇവിടുത്തെ 4 ഈ താഴെ കിടക്കുന്ന 2 രണ്ടും കൂടെ കട്ട് ചെയ്യാമല്ലോ. കട്ട് ചെയ്യുമ്പം നമുക്ക് 2 by h cube to me star kt pi the whole raised to 3 by 2. ഇതെങ്ങനെയാ വന്നതെന്ന് അറിയാമോ, 2 me star the whole raised to 3 by 2 നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഒരു പൈ റേസ് ടു 1 by 2 ഉണ്ട്, ഇവിടെയും ഒരു പൈ ഉണ്ട്. കണ്ടോ, ഒരു പൈയും ഒരു പൈ റേസ് ടു 1 by 2. അപ്പൊ രണ്ടും കൂടെ ആവുമ്പോൾ പൈ റേസ് ടു 3 by 2 ആണല്ലോ. അപ്പൊ പൈനും പവർ 3 by 2 ആണ്. അപ്പൊ 3 by 2 പവർ ഉള്ളവരെല്ലാം ഒരുമിച്ച് എഴുതി. അപ്പൊ ഓൾറെഡി 2 me സ്റ്റാറിന് 3 by 2 ഉണ്ട്, ഇപ്പൊ പൈക്കും 3 by 2 ആയി. ഇനി എന്താ നോക്കിക്കേ, kt റേസ് ടു 3 by 2. അപ്പൊ ktക്കും പവർ 3 by 2 ഉണ്ടല്ലോ. അപ്പൊ അതിനെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതി. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയത്. ഓക്കെ, ഇനി ബാലൻസ് എന്തൊക്കെയാ ഉള്ളത്, ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ സി ബൈ കെ ടി ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരാളെയും കൂടെ നമ്മൾ ഈ ഒരു 3 by 2ന്റെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ പോവാ. ആരാ, എച്ച് ക്യൂബ്. ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, എച്ച് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3 by 2. എച്ച് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3 by 2 എന്ന് പറഞ്ഞാൽ എന്താ, എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ, എ റേസ് ടു എം ഇൻറ്റു എൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് എച്ച് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3 by 2നെ എച്ച് സ്ക്വയർ ഇൻറ്റു 3 by 2 എന്ന് എഴുതാമല്ലോ. അപ്പൊ 2ഉം 2ഉം കൂടെ ക്യാൻസൽ ആകുമ്പോൾ എച്ച് ക്യൂബ് വരുമല്ലോ അല്ലേ. അപ്പൊ ഈ എച്ച് ക്യൂബിന് പകരം നമുക്ക് എന്ത് എഴുതാം, എച്ച് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3 by 2. തെറ്റില്ല, വാല്യൂ സെയിം ആയാൽ പോരെ. സോ നമ്മൾ എച്ച് ക്യൂബിന് പകരം എച്ച് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3 by 2 എന്ന് എഴുതി. അപ്പൊ എച്ചിനും പവർ ആര് വന്നു, 3 by 2 വന്നു. അപ്പൊ 3 by 2 കാരുടെ ഗ്യാങ്ങിലേക്ക് നമുക്ക് എന്തിനെ ചെയ്യാം, എച്ചിനെയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ n is equal to 2 into 2 me star kt pi by h square the whole raised to 3 by 2 e raised to ef minus ec by kt. നമ്മുടെ ഇക്വേഷൻ എത്തി.
അപ്പം നമ്മുടെ ഫൈനലായി നമ്മുടെ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇവിടെ ഈ കിടക്കുന്ന കോൺസ്റ്റന്റുകളെ എല്ലാം കൂടെ നമുക്കൊരു സിംഗിൾ വാല്യൂ ആക്കാം. എന്താ ഈ കോൺസ്റ്റന്റ്? ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് NC ആണ്. What is NC? NC is a constant and it is the effective density of state in conduction band. കണ്ടക്ഷൻ ബാൻഡിന്റെ എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിനെയാണ് നമ്മൾ NC വിളിക്കുക, കോൺസ്റ്റന്റിന്റെ പേര്. ഓക്കെ, സോ നമുക്ക് N is equal to എന്ത് പറയാം? N is equal to NC e raised to EF minus EC by KT. വേറെ NCയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഈ കോൺസ്റ്റന്റ് ആണ്. ദേ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഹോളിൻ്റെ ഇത് കണ്ടുപിടിക്കാനുണ്ട്. സെയിം ആണ്, വലിയ മാറ്റമൊന്നുമില്ല. ലിമിറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരും, ECയുടെ സ്ഥാനത്ത് EV വരും, അങ്ങനെയുള്ള ചെറിയ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. അതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെറിവേഷൻ. അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു ടോപ്പിക് അങ്ങ്, ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ടോപ്പിക് അങ്ങ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഹോള് ഡെറൈവ് ചെയ്യാം. നമ്മൾ ഇലക്ട്രോൺ ചെയ്തതുപോലെ തന്നെ, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഇലക്ട്രോൺസ് അല്ല, ഇവിടെ ഹോള് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളെ നമുക്കിവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ DPനെ നമ്പർ ഓഫ് ഹോൾസ് അവൈലബിൾ ബിറ്റ്വീൻ, നമ്മളൊരു ചെറിയ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഓൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൺസിഡർ ചെയ്യുന്നു, പഴയ മെത്തേഡ് തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ DP is equal to പ്രോബബിലിറ്റി ഓഫ് ഒക്കുപ്പൻസി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഈക്വേഷൻ ആണല്ലോ നമ്മൾ അവിടെ എടുത്തത്. പക്ഷെ അവിടെ പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ, പ്രോബബിലിറ്റി ഓഫ് ഒക്കുപ്പൻസിനെ ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ FOV എടുത്തെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കുപ്പൻസി ഓഫ് ഹോൾ എന്ത് വരും? FOV വരില്ലല്ലോ, കാരണം അവിടെ ഓൾറെഡി FOV എടുത്തു. അപ്പൊ ഹോൾ ആവുമ്പോൾ എന്ത് വരും? 1 മൈനസ് FOV എന്ന് നമുക്ക് എഴുതാം. ഇലക്ട്രോണിന്റെ ഒക്കുപ്പൻസി FOV ആണെങ്കിൽ ഹോളിന്റെ ഒക്കുപ്പൻസി എന്തായിരിക്കും? 1 മൈനസ് FOV ആയിരിക്കും. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് Z(d), അതിന് മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കണം. ഓക്കെ, ലിമിറ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇവിടെ നോക്കിക്കേ, വാലൻസ് ബാൻഡിന്റെ ഹയസ്റ്റ് എനർജി സ്റ്റേറ്റ് ആണ് നമ്മുടെ EV എന്ന് പറയുന്നത്. അപ്പൊ ഹയസ്റ്റ് എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മണ്ടക്കോട്ടില്ല. അപ്പൊ ഇതിന് താഴോട്ട് എവിടം വരെ പോവാം? -∞ വരെ പോവാം. അപ്പൊ നമുക്ക് ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെ കൊടുക്കാം? -∞ തൊട്ട് അപ്പർ ലിമിറ്റ് EV വരെ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ P is equal to integral -∞ to EV dP നമുക്ക് ചെയ്യാം. സോ -∞ to EV, dPയുടെ വാല്യൂ നമുക്ക് കൊടുക്കാമല്ലോ. 1 മൈനസ് FOV Z(e) dE, ഇക്വേഷൻ നമ്പർ 1. ഇവിടെ Z(e) dEക്ക് ഒരു വ്യത്യാസമില്ല. നമ്മൾ എവിടെ എന്താണോ ഇലക്ട്രോണിന്റെ അവിടെ കൊടുത്തത് അത് തന്നെയാണ് ഇവിടെയും. പക്ഷേ 1 മൈനസ് FOVക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? നമ്മൾ 1 മൈനസ് FOV എന്താണെന്ന് കണ്ടുപിടിക്കണം. FOV നമുക്കറിയായിരുന്നു, 1 മൈനസ് FOV എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. FOV is equal to 1 by FOV നമുക്കറിയാലോ, 1 by e raised to e minus EF by KT plus 1, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇനി ഇതൊന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. സോൾവ് ചെയ്ത് അങ്ങ് വെക്കാവുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. സോ മാത്തമാറ്റിക്സ് കുറച്ച് അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് 1 by 1 plus xനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാമെങ്കിൽ ഫൈനലി നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 1 മൈനസ് എക്സ് എന്നുള്ളൊരു ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ 1 by 1 plus xനെ നമുക്ക് 1 മൈനസ് എക്സ് എന്നുള്ള രീതിയിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതും 1 plus എക്സിന്റെ ഫോമിലല്ലേ കിടക്കുന്നത്? നോക്കിക്കേ, 1 by 1 plus എക്സ്. കണ്ടോ, ഓർഡർ ചെയ്യാൻ കൊണ്ട് മാറിപ്പോയെന്നല്ലേ ഉള്ളൂ, സംഭവം സെയിം തന്നെയാണ്. അപ്പോൾ 1 by 1 plus എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് എക്സ്. അപ്പൊ ഈ എൻറ്റയർ സാധനത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് e raised to e minus EF by KT എന്ന് നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 മൈനസ് FOVനെ എങ്ങനെ എഴുതാം? 1 മൈനസ് FOVനെ നമ്മളിപ്പം 1 by 1 plus എക്സിനെ നമ്മൾ എങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്? 1 മൈനസ് എക്സ് എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ 1 മൈനസ് e raised to e minus EF by KT. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ, 1 മൈനസ് 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ 1 മൈനസ് 1 പ്ലസ് e raised to e minus EF by KT എന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1ഉം 1ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തേ ഉള്ളൂ? 1 മൈനസ് FOV is equal to e raised to e minus EF by KT, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 1 മൈനസ് FOV നമുക്ക് കിട്ടി.
ഇനി നമുക്ക് ഇസഡ് ഓഫ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെറിവേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് എല്ലാ സ്റ്റെപ്സും അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങ് സ്ലൈഡ് നീണ്ട് പോകും. അതുകൊണ്ടാണ് ആവശ്യമുള്ള സ്റ്റെപ്പുകൾ മാത്രം, അത്യാവശ്യമുള്ള എല്ലാ സ്റ്റെപ്പുകളും തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. മനസ്സിലാവുന്ന സ്റ്റെപ്പുകളേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ p is equal to integral minus infinity to ev dp. dpയുടെ വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇ വി 4 π h ക്യൂബ്. ഇവിടെ ഹോൾ ആയതുകൊണ്ട് എഫക്റ്റീവ് മാസ് ഓഫ് ഹോൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ 2mh സ്റ്റാർ, മറ്റടുത്ത് 2me സ്റ്റാർ, ഇവിടെ 2mh സ്റ്റാർ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ദ ഹോൾ റേസ് ടു 3/2. മറ്റടുത്ത് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് ആയതുകൊണ്ട് EC യൂസ് ചെയ്തു, ഇവിടെ വാലൻസ് ബാൻഡ് ഹോൾ ആയതുകൊണ്ട് നമ്മൾ EV യൂസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. ഹോളിന്റെ കേസിലെല്ലാം വാലൻസ് ബാൻഡ്, ഇലക്ട്രോൺസിന്റെ കേസിലെല്ലാം കണ്ടക്ഷൻ ബാൻഡ്. ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. EV minus C the whole raised to 1/2 e raised to E minus CF by KT into DE എന്ന് നമുക്ക് എഴുതാം. ഇനി അതിനകത്തുനിന്ന് കോൺസ്റ്റന്റിനെ നമ്മൾ പുറത്തെടുത്തപ്പം 4 π by h cube 2mh star the whole raised to 3/2 integral minus infinity to infinity EV minus C the whole raised to 1/2 e raised to E minus CF by KT DE എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുക? നേരത്തെ ചെയ്തതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, ലിമിറ്റ് മാറ്റുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സിമ്പിൾ. ഇവിടെ നമുക്ക് EV മൈനസ് സിക്ക് എക്സ് എന്ന് പുട്ട് ചെയ്ത് കൊടുക്കാം. EV മൈനസ് സി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് ഇട്ട് കൊടുത്തു, ഡെറിവേറ്റീവ് എടുത്തു. അങ്ങനെയാണെങ്കിൽ DE ഈസ് ഈക്വൽ ടു മൈനസ് DE ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? DX കിട്ടും അല്ലേ? മൈനസ് സി ഈസ് ഈക്വൽ ടു എക്സ്. EV അപ്പുറത്ത് പോകുമ്പോൾ എക്സ് മൈനസ് EV വരും. EV കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് EV 0 ആയിട്ട് മാറും. അപ്പോൾ മൈനസ് DE ഈസ് ഈക്വൽ ടു DX എന്ന് പറഞ്ഞിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ DEക്ക് നമുക്ക് എന്ത് കൊടുക്കാം? അപ്പോൾ ഇവിടെ ഇന്റഗ്രേഷൻ്റെ അവിടുത്തെ ഈ DEക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് DX കൊടുക്കണം. നേരത്തെ അത് ഇല്ലായിരുന്നു കണ്ടോ. അവിടെ ഇലക്ട്രോണിന്റെ കേസിൽ നമുക്ക് നെഗറ്റീവ് വാല്യൂസ് വന്നിട്ടില്ല, ഇവിടെ പക്ഷെ നമുക്ക് നെഗറ്റീവ് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനിയും ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് E ഈസ് ഈക്വൽ ടു EV മൈനസ് എക്സ് എന്നുള്ള രീതിയിൽ എഴുതി. ഇനി ഞാൻ ലിമിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ എന്താ ചെയ്യുക? നമ്മുടെ ലിമിറ്റിന്റെ അപ്പർ വാല്യൂ എടുത്തു EV. ഈയുടെ സ്ഥാനത്ത് ഞാൻ EV കൊടുത്തു. വെൻ E ഈസ് ഈക്വൽ ടു EV അല്ലേ? ഈയുടെ സ്ഥാനത്ത് EV കൊടുക്കുന്നു. അപ്പോൾ EV ഈസ് ഈക്വൽ ടു EV മൈനസ് എക്സ് എന്ന് കിട്ടും. EV മൈനസ് EV ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ എക്സിന് നമുക്ക് 0 എന്ന് കിട്ടി. അപ്പോൾ അപ്പർ ലിമിറ്റ് നമുക്ക് കിട്ടി 0. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലോവർ ലിമിറ്റ് എന്തായിരുന്നു? മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റിനെ എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ മൈനസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു EV മൈനസ് എക്സ്. ഇവിടെ ഈയുടെ സ്ഥാനത്ത് ഞാൻ മൈനസ് ഇൻഫിനിറ്റി കൊടുത്തു. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു EV മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? EV പ്ലസ് ഇൻഫിനിറ്റി. EV പ്ലസ് ഇൻഫിനിറ്റി എന്താ? ഇൻഫിനിറ്റിന്റെ കൂടെ ഒരു വാല്യൂ കൂടെ ആഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനെ നമുക്ക് ഫൈനലി ഇൻഫിനിറ്റി ആയിട്ട് തന്നെ എഴുതാം. സോ എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റും കിട്ടി, ലോവർ ലിമിറ്റും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ നമ്മുടെ അപ്പർ ലിമിറ്റ് ആരാ? 0 ആണ്. ലോവർ ലിമിറ്റ് ആരാ? ഇൻഫിനിറ്റി ആണ്. അത് തെറ്റിയിടരുത്. അപ്പർ ലിമിറ്റിന്റെ അവിടെ 0 തന്നെ ഇടുക, ലോവർ ലിമിറ്റിന്റെ അവിടെ ഇൻഫിനിറ്റി തന്നെ ഇടുക. ഇത് ചേഞ്ച് ആവും. കാരണം എന്താ? നമുക്കിവിടെ ഒരു മൈനസ് DX കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതിനെ തിരിക്കാൻ പറ്റും കേട്ടോ. അത് നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. P ഈസ് ഈക്വൽ ടു 4 π by h ക്യൂബ് ദ ഹോൾ റേസ് ടു 2m സ്റ്റാർ h ദ ഹോൾ റേസ് ടു 3/2. അപ്പർ ലിമിറ്റ് 0, ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി, എക്സ് റേസ് ടു 1/2 e റേസ് ടു EV മൈനസ് എക്സ് മൈനസ് CF by KT ഇൻറ്റു DX. ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തങ്ങ് എഴുതിയിരിക്കുക കേട്ടോ, നിങ്ങൾക്ക് പിന്നീട് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മുടെ അപ്പർ ലിമിറ്റ് 0യും ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി അല്ലേ കിടക്കുന്നത്? ഇതിങ്ങനെ ശരിയാവത്തില്ലല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ മൈനസ് DXന്റെ ഈ മൈനസിനെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ലിമിറ്റിനെ തിരിക്കാൻ പറ്റത്തില്ലേ? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിമിറ്റ് റിവേഴ്സ് ആവത്തില്ലേ? അപ്പൊ ഈ മൈനസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് റിവേഴ്സ് ആക്കി. അപ്പൊ മൈനസ് പോവുകയും ചെയ്യും, ലിമിറ്റ് റിവേഴ്സ് ആവുകയും ചെയ്യും. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് P ഈസ് ഈക്വൽ ടു എന്ത് കിട്ടാം? 4 π by h ക്യൂബ് 2 π mh സ്റ്റാർ ദ ഹോൾ റേസ് ടു 3/2. ലിമിറ്റ് തിരിഞ്ഞു, 0 ടു ഇൻഫിനിറ്റി ആയി.
എക്സ് റേസ് ടു 1/2 ഇ റേസ് ടു ഇ വി മൈനസ് എക്സ് മൈനസ് ഇ എഫ് ബൈ കെ ടി ഡി എക്സ് എന്ന് കിട്ടി. ഇനി ഈ വി എന്താ ഇ റേസ് ടു ഇ വി മൈനസ് എക്സ് മൈനസ് ഇ എഫ് ബൈ കെ ടിനെ നമുക്ക് മുമ്പത്തെ പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്നുള്ള ഫോമിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇ വി മൈനസ് ഇ എഫ് ബൈ കെ ടിനെ ഒരു സെറ്റായിട്ടും മൈനസ് എക്സ് ബൈ കെ ടിനെ വേറൊരു സെറ്റായിട്ടും നമ്മൾ എഴുതി. ഓക്കെ, ഇത് ഫുള്ള് കോൺസ്റ്റന്റ് ആണല്ലോ. എനർജി ഓഫ് ബാലൻസ് ബാൻഡ്, ഫെർമി എനർജി ലെവല്, ബോൾസ്മാൻ കോൺസ്റ്റന്റ്, ഇതെല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതിനെല്ലാം നമ്മൾ പുറത്തെടുത്തു. സോ 4 pi h ക്യൂബ് 2 mh സ്റ്റാർ the whole raised to 3/2 e raised to ev minus ef by kt integral 0 to infinity. ഈ കിടക്കുന്നത് എന്താ ലിമിറ്റിനകത്ത് കിടക്കുന്നത്? ഇപ്പം ഇതൊരു ഗാമ ഫംഗ്ഷൻ ആണ്. ഗാമ ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് നോൺ ആണ്. അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അത് ഇട്ട് കൊടുക്കുന്നു, നമ്മുടെ പി യുടെ വാല്യൂ നമുക്ക് കിട്ടുന്നു. ശരി, അപ്പോൾ പി യുടെ വാല്യൂക്കകത്തോട്ട് നമ്മൾ ഗാമ ഫംഗ്ഷന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ 4 pi by h ക്യൂബ് 2 mh സ്റ്റാർ the whole raised to 3/2 e raised to ev minus ef by kt pi raised to 1/2 kt raised to 3/2/2 കിട്ടി. ഇനി നമ്മൾ എന്തായിരുന്നു ചെയ്തത്? 3/2ന്റെ പവർ ആക്കാനുള്ളവരെല്ലാം ഒരു സെറ്റ് ആക്കി. നേരത്തെ ചെയ്തതുപോലെ കഴിഞ്ഞ സ്ലൈഡിൽ ഇലക്ട്രോണിനകത്ത് നമ്മൾ എന്ത് ചെയ്തോ അത് തന്നെ നമ്മൾ ഇവിടെ ചെയ്യാം. ഓക്കെ, നമ്മളവിടെ എച്ച് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2, എച്ച് ക്യൂബിന് പകരം എച്ച് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഒക്കെ ഇട്ടത് ഓർമ്മയുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ പി ഇസ് ഈക്വൽ ടു പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കിട്ടി. ഇതിന്റെ അകത്തെ കോൺസ്റ്റന്റിനെ എല്ലാം കൂടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? അവിടെ നമ്മൾ എൻ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇവിടെ നമ്മൾ എൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് ഹോൾ ഇൻ ബാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എൻ ബി ഇ റേസ് ടു ഇ വി മൈനസ് ഇ എഫ് ബൈ കെ ടി. അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിലെ ഇലക്ട്രോൺസും കിട്ടി, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷന്റെ ഹോളും കിട്ടി. ഇലക്ട്രോൺസിനെ നമ്മൾ എൻ വെച്ചിട്ട് പറഞ്ഞു, ഹോൾസിനെ നമ്മൾ പി വെച്ചിട്ട് പറയുന്നു. അപ്പൊ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഡെറിവേഷൻസ് ഒക്കെ എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു സിംഗിൾ ടോപ്പിക്. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ ആയിട്ട് നമുക്ക് ഇതൊരു 3 സെക്ഷൻ ആയിട്ട് എടുക്കാം എന്നുള്ളൊരു പ്ലാനില്ല. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷൻ ആയിട്ട് നമുക്ക് അടുത്ത ഒരു ടോപ്പിക് ഇതേപോലെ സിമിലർ ആയിട്ട് വരുന്ന ടോപ്പിക്സിന്റെ ഒരു സെറ്റിനെ നമുക്ക് അടുത്ത സെറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു.